ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവർ ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടർ ശ്രുതിയെ പരിശോധിക്കുമ്പോൾ പേടിച്ചാണ് ശ്രുതി കിടക്കുന്നത്. ഇനി ഡോക്ടർ വല്ലതും അവരോട് വിളിച്ചു പറയുമോ എന്ന പേടി. പക്ഷേ ഡോക്ടർ പരിശോധിച്ചതിനു ശേഷം സ്കാനിങ്ങിനും വേറെ ടെസ്റ്റുകൾക്കും എഴുതി കൊടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഡോക്ടർ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ പറയാറായിട്ടില്ല, സ്കാനിങ്ങും ടെസ്റ്റുകളും കഴിഞ്ഞ് റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് പറയാമെന്ന് പറയുന്നു. സുധി സ്കാനിങ്ങിൻ്റെയും ടെസ്റ്റുകളുടെയും ചെയ്യാനുള്ള പേപ്പറും ഒക്കെയായി സ്കാനിങ്ങിൻ്റെ മുന്നിലെത്തുമ്പോഴേക്കും ശ്രുതി രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലാതെ ഫോൺ എടുത്ത്, അയ്യോ അതെയോ, ഞാൻ ഇപ്പം തന്നെ വരാം അമ്മേ, എനിക്കിപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് ഓടുന്നു. ചന്ദ്രമതിയും സുധിയും സച്ചിയും പുറകെ ഓടി ശ്രുതിയെ പിടിക്കുന്നു. ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലായി. ദേഷ്യം വന്ന ചന്ദ്രമതി ശ്രുതിയുടെ കരണത്ത് നല്ല ഒന്നൊന്നര അടി കൊടുത്തു. കള്ളി, നീ എന്താ കരുതിയത് ഞങ്ങൾ മണ്ടന്മാരാണെന്നോ എന്ന് പറയുമ്പോൾ സുധി, അമ്മേ അമ്മ എന്തിനാ ശ്രുതിയെ തല്ലിയത് എന്ന് ചോദിക്കുന്നു. ഇവൾ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കണടാ, ഇവൾക്ക് ഗർഭമൊന്നുമില്ല, ഇവൾ പ്രഗ്നന്റുമല്ല, നിന്നെ നുണ പറഞ്ഞ് പറ്റിച്ചതാ, ഇത് ഞാൻ കണ്ടുപിടിച്ചില്ല എന്ന് കരുതിയോ നീ? ഇത് നിനക്ക് നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന് പറയുന്നു. ശ്രുതിയാകെ അമ്പരന്ന് പോയി. അവൾ വിചാരിച്ചതിലും സ്മാർട്ടാണ് ചന്ദ്രമതി എന്ന് മനസ്സിലായി. ശ്രുതിയാകെ വല്ലാതായി. പതുക്കെ എല്ലാം മറന്ന് ശ്രുതിയെ പിന്നെയും സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നു. ഡോക്ടർ കൊടുത്ത ടെസ്റ്റുകളെല്ലാം ചെയ്യാനുള്ള എല്ലാ പേപ്പറും ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തിൽ ചുരുട്ടി വലിച്ചെറിഞ്ഞിട്ട് അവർ 3 പേരും കാറിൽ കയറുന്നു. ഇപ്പോൾ പഴയ പോലെ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും ചന്ദ്രമതിയുടെ മുന്നിൽ വില പോകുന്നില്ല. ഇനി ശ്രുതി എന്തു ചെയ്യും? കാത്തിരുന്നു തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.